അയോധ്യയിലെ സംഭാവന ദുരുപയോഗ ആരോപണങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നു. പുതിയ ചർച്ച ബിജെപിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളെ കുറിച്ച്. ആരെയും സംരക്ഷിക്കാതെ അന്വേഷണം മുന്നോട്ടു പോകുമെന്ന യോഗി സർക്കാർ. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭാവന ദുരുപയോഗവും സാമ്പത്തിക ക്രമക്കേടും സംബന്ധിച്ച ആരോപണങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിവാദത്തിൽ ആരോപണ വിധേയരായവരെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് RSS രംഗത്തെത്തിയതോടെ ഉത്തർപ്രദേശ് സർക്കാർ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തീരുമാനിച്ചിരുന്നു. തുടക്കം മുതൽ തന്നെ വിഷയത്തിൽ കർശന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നുവെന്ന സൂചനകൾ അന്നു മുതൽ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ 2 പ്രധാന വ്യക്തികൾ സ്ഥാനമൊഴിയുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രാജ്യാന്തര വൈസ് പ്രസിഡന്റും ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ചമ്പത് റായിയും ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്രയും രാജിവെച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടു. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായിരുന്നപ്പോൾ മുഖ്യ യജമാനന്റെ ചുമതല നിർവഹിച്ചിരുന്നത് അനിൽ മിശ്രയായിരുന്നു. ഇരുവരും ഇതുവരെ അറസ്റ്റിലായിട്ടില്ലെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും നിയമ നടപടികൾ ഉണ്ടായേക്കാമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത്. ട്രസ്റ്റിലെ പ്രധാന നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണെന്നും വിഷയത്തെ കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാക്കുന്നു. സുപ്രീം കോടതി വിധിക്കു പിന്നാലെ രൂപീകരിച്ച ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ രൂപീകരണത്തിലും പ്രവർത്തനങ്ങളിലും കേന്ദ്ര നേതൃത്വത്തിനാണ് കൂടുതൽ സ്വാധീനമുണ്ടായിരുന്നതെന്നാണ് വിലയിരുത്തൽ. ഉത്തർപ്രദേശ് സർക്കാരിന് ട്രസ്റ്റിന്റെ ഭരണകാര്യങ്ങളിൽ വലിയ പങ്കിലായിരുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ നിബേന്ദ്ര മിശ്രയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭരണ സംവിധാനങ്ങൾ, ജീവനക്കാരുടെ നിയമനം, വിവിധ ഭരണ നടപടികൾ എന്നിവ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലായിരുന്നു നടന്നത്. 1000-ലധികം ജീവനക്കാരെ നിയമിച്ചതും വിവിധ കരാറുകൾ അനുവദിച്ചതും ട്രസ്റ്റിന്റെ നേതൃത്വത്തിലൂടെയായിരുന്നു. ഇതിനിടെ പുറത്തുവന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ ട്രസ്റ്റിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. ക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിച്ച സംഭാവനകളുടെ വിനിയോഗം, സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത, കരാർ നടപടികൾ എന്നിവ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആരോപണങ്ങളുടെ വ്യാപ്തി കണക്കിലെടുത്താണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. ഈ സംഭവ വികാസങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിലുള്ള ബന്ധം വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുടെ തുടർച്ചയായാണ് നിലവിലെ സംഭവങ്ങളെ ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ വിഷയങ്ങളിലും യോഗിയുടെ അഭിപ്രായങ്ങൾ വേണ്ടത്ര പരിഗണിക്കപ്പെട്ടില്ലെന്ന വിമർശനം നേരത്തെയും ഉയർന്നിരുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രാമക്ഷേത്രം BJPക്ക് വലിയ രാഷ്ട്രീയ നേട്ടം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേന്ദ്ര നേതൃത്വം. 400-ൽ കൂടുതൽ സീറ്റുകൾ എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചതിനു പിന്നിലും അയോധ്യ ക്ഷേത്രത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ഫലം BJPയുടെ പ്രതീക്ഷകൾക്കൊത്തായിരുന്നില്ല. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ 71 സീറ്റുകൾ നേടിയ BJPക്ക് 2024 നേടാനായത് വെറും 36 സീറ്റുകൾ മാത്രമാണ്. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലവും പാർട്ടിക്ക് നഷ്ടമായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ യോഗി ആദിത്യനാഥിന്റെ അഭിപ്രായങ്ങൾ അവഗണിച്ചതാണ് തിരിച്ചടിക്ക് പ്രധാന കാരണമെന്ന വിലയിരുത്തൽ അന്ന് തന്നെ BJP വൃത്തങ്ങളിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഈ വിവാദം BJPക്കും സംഘപരിവാറിനും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറുകയാണ്. അടുത്ത വർഷം ആദ്യം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പ്രതികൂല സ്വാധീനം ചെലുത്തുമെന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതേസമയം ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ പരസ്യമായത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാണ്.
നിബേന്ദ്ര മിശ്ര ഉൾപ്പെടെയുള്ളവർ സംഭാവന ക്രമക്കേടുകളെ കുറിച്ച് തുറന്നു പറയാൻ ഇപ്പോൾ തന്നെ തീരുമാനിച്ചതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന വാദവും ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. യോഗി ആദിത്യനാഥിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണിതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. മറുവശത്ത് അന്വേഷണം ആരെയും സംരക്ഷിക്കാതെ മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് യോഗി സർക്കാർ. പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളവരായാലും നിയമലംഘനം നടത്തിയതായി തെളിഞ്ഞാൽ നടപടിയുണ്ടാകുമെന്ന സന്ദേശമാണ് സർക്കാർ നൽകാൻ ശ്രമിക്കുന്നത്. പഴുതടച്ച അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ലക്ഷ്യമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അന്വേഷണത്തിന്റെ അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത ഉറപ്പാക്കുക മാത്രമല്ല, BJPക്കുള്ളിലെ ശക്തി സമവാക്യങ്ങളെയും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ഭാവിയെയും ഈ അന്വേഷണം സ്വാധീനിക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ സജീവമായിരിക്കുകയാണ്.